friends, welcome to Mabbety. In this video, Samsung M31 phone charging and draining test. This phone is charge call battery heating game heat YouTube video heat battery use video charging and full draining test. Phone specification on screen. Main item we test name സംബന്ധിച്ച് 6000 mAh battery ആണ് ഈ ഫോണിനുള്ളത്. അതിനൊപ്പം തന്നെ 15 watt ഫാസ്റ്റ് ചാർജർ ഇതിനൊപ്പം വരുന്നുണ്ട്. ആ ചാർജർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ ചാർജിംഗ് ചെയ്യാൻ പോകുന്നത്. അതിനൊപ്പം തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു ഫോൺ ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് തന്നെയാണ് ചാർജ് ചെയ്യുന്നത്, ഓഫ് ചെയ്ത് വെച്ചുകൊണ്ടല്ല. അതേപോലെ മൊബൈൽ ഡാറ്റ നമ്മൾ ജിയോ സിം ഇട്ടിട്ടുണ്ട്. ജിയോ സിമ്മിലെ മൊബൈൽ ഡാറ്റ ഇതിൽ ഓൺ ആയിരിക്കും എല്ലാ സമയത്തും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്ന രീതിയിലാണ് ഇത് ചാർജിന് വെച്ചിരിക്കുന്നത്. അല്ലാതെ ഓഫ് ചെയ്ത് വെച്ചുകൊണ്ടോ സിം ഇടാതെയോ അല്ല. അപ്പോൾ നോർമൽ ആയിട്ടുള്ള ഒരു യൂസിൽ എങ്ങനെയുണ്ടാവും ഇതിന്റെ ഒരു പെർഫോമൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ചാർജിംഗ് ടെസ്റ്റ് ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മുടെ ടൈമർ റൈറ്റ് സൈഡ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ചാർജ് ഇവിടെ കയറി തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ ഒരു വലിയ സർക്കിളിനകത്ത് നിങ്ങൾക്ക് ചാർജ് കയറുന്നതിൻ്റെ ഐക്കൺ കാണാം. അത് ഫോൺ ഓഫ് ആയിരിക്കുന്നതുകൊണ്ടാണ്. ഓണായി വരുമ്പോൾ താഴെ ചെറുതായിട്ടേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിത് ഓൺ ചെയ്യും. ജസ്റ്റ് ഒന്ന് ചാർജ് കയറി കഴിയുമ്പോൾ നമ്മളിത് ഓൺ ചെയ്ത് വെക്കും. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് 16 മിനിറ്റോളം ആയിട്ടുണ്ട്. ഫോൺ ഓൺ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് താഴെ ഇതുപോലെ 10% താഴെയായിട്ടാണ് ഇത് കാണാൻ സാധിക്കുക. പെർസെൻറ്റേജ് ഓഫ് ആയിരിക്കും മാത്രമാണ് സെൻറ്ററിൽ വലുതായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു 16 മിനിറ്റ് കഴിയുമ്പോൾ ഒരു ഹീറ്റിങ്ങിൻ്റെ നിലവാരമാണ് കാണുന്നത്. 38 മാക്സിമം 38.8. അപ്പോൾ ഒരു 39 മാക്സിമം എന്ന് പറയുന്ന ഒരു ഹീറ്റിംഗ് ലെവൽ. ഈ ഒരു ലെവലിലാണ് ഈ ഫോൺ ഫുള്ളായിട്ടും ചാർജ് ആവുന്നത്. എന്നാലും 30 മിനിറ്റ് കഴിയുമ്പോൾ 17% ബാറ്ററിയാണ് ഫില്ലായിരിക്കുന്നത്. ഹീറ്റിങ്ങിൻ്റെ നിലവാരം നോക്കാം. 37. അപ്പോൾ 37-38 ആ ഒരു റേഞ്ച് തന്നെയാണ് മാക്സിമം. ഓവർ ഹീറ്റിംഗ് ഒന്നും വരുന്നില്ല ചാർജ് ചെയ്യുമ്പോൾ. നമുക്ക് ചാർജിങ് കണ്ടിന്യൂ ചെയ്യാം. 1 അവർ കഴിഞ്ഞിരിക്കുകയാണ്. 34% ആണ് കയറിയിരിക്കുന്നത് 1 അവർ കൊണ്ട്. 6000 mAh ബാറ്ററിയാണ്, 15 watt ചാർജറാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ തരക്കേടില്ലാത്തൊരു പെർഫോമൻസ്. വീണ്ടും നമുക്കൊരു ഹീറ്റിംഗ് നിലവാരം നോക്കാം. 39.2. ഇപ്പോൾ ഒരു മാക്സിമം 40 ഡിഗ്രി അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. 2 മണിക്കൂർ കഴിയുമ്പോൾ 67% ബാറ്ററി. 39-40 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ ലെവൽ. അപ്പോൾ ഓവറായിട്ടുള്ള ഹീറ്റിംഗ് ഇല്ല. ഒരു നോർമൽ സ്പീഡും ഉണ്ട്. 3 മണിക്കൂർ കൊണ്ട് 99% ചാർജ് ആയിട്ടുണ്ട്. 3 മണിക്കൂറാണ് 99% ആയിട്ടുണ്ട്. അപ്പോഴും ഓവർ ഹീറ്റിംഗ് ഒന്നുമില്ല. 39-40 അത് തന്നെയാണ് മാക്സിമം ഹീറ്റിങ്ങിൻ്റെ ഒരു ലെവൽ എന്ന് പറയുന്നത്. 3 മണിക്കൂർ 3 മിനിറ്റ് എന്ന് വെച്ചാൽ ഒരു 3 മണിക്കൂർ കൊണ്ട് തന്നെയാണ് ഈ ഒരു ഫോൺ 100% ചാർജ് ആവുന്നത്. അവർ നല്ല ഒരു 6000 mAh ബാറ്ററിയും ഈ ഒരു ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി നോക്കുമ്പോൾ ഒരു നല്ല രീതിയിലുള്ള ഒരു ചാർജിങ് എന്ന് തന്നെ പറയാം. അപ്പോൾ വല്ലാതെ ഒരു ലാങ്ങും കാര്യങ്ങളൊന്നുമില്ല. എങ്കിൽ കുറച്ചുകൂടി നല്ലൊരു ഫാസ്റ്റ് ചാർജിങ് സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചാർജ് ആയത്. ഇനി നമുക്ക് ഡ്രെയിനിങ് ടെസ്റ്റിലേക്ക് വരാം. നിങ്ങൾക്കവിടെ കാണാം മൊബൈൽ ഡാറ്റയൊക്കെ ഓൺ ആണ് കേട്ടോ. അപ്പോൾ ആ രീതിയിൽ നോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ്. ജിയോ സിം ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 4G ആണ്. ആദ്യം നമ്മൾ വീഡിയോ റെക്കോർഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് 1 അവർ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പോവാം. നമുക്ക് നോക്കാം. 1 അവർ കഴിഞ്ഞിരിക്കുകയാണ്. 1 അവർ കഴിയുമ്പോൾ നമ്മൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ബാറ്ററിയുടെ നിലവാരം ഒന്ന് നോക്കാം. 87% ബാറ്ററി നിങ്ങൾക്ക് കാണാം ടോപ്പ് സൈഡിൽ. അപ്പോൾ 1 മണിക്കൂർ വീഡിയോ റെക്കോർഡിങ്ങിന് ഒരു 13% ബാറ്ററി. നല്ല ബാറ്ററി ലൈഫ് തന്നെയാണ്. കംപ്ലൈൻസ് ഒന്നും പറയത്തക്കതായിട്ടില്ല. ഹീറ്റിംഗ് 46. അപ്പോൾ അത് വല്ലാത്തൊരു ഓവർ ഹീറ്റിംഗ് ഒന്നും പറയാനില്ല. എങ്കിലും ഫോൺ ഹീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് 1 മണിക്കൂർ യൂട്യൂബ് ആണ് പ്ലേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം 1 മണിക്കൂർ യൂട്യൂബ് പ്ലേ ചെയ്യുന്നതിന് 87% എത്രത്തോളം ബാറ്ററി ഡ്രോപ്പ് ആവുന്നുണ്ടെന്ന്. 1 മണിക്കൂർ യൂട്യൂബ് പ്ലേ ചെയ്തിരിക്കുകയാണ്. 81% ബാക്കിയുണ്ട്. അപ്പോൾ 6% ബാറ്ററിയാണ് 1 മണിക്കൂർ യൂട്യൂബ് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചിലവായിരിക്കുന്നത്. ഓവർ ഹീറ്റിംഗ് ഇല്ല. 38.2 എന്ന് പറയുന്ന ഒരു നോർമലായ ഹീറ്റിംഗ് തന്നെ. ഇനി 1 മണിക്കൂർ കോളിംഗ് ആണ്. അടുത്ത 3ാമത്തെ മണിക്കൂർ വരെ 1 മണിക്കൂർ കോൾ ചെയ്യാൻ പോവാണ്. 1 മണിക്കൂർ കോൾ ചെയ്യുമ്പോൾ 81% എത്ര ഡ്രോപ്പ് ആവും. ഇപ്പോൾ 1 മണിക്കൂർ കോൾ ചെയ്തിരിക്കുകയാണ് നമ്മൾ. നമുക്ക് നോക്കാം 77%. അപ്പോൾ 4% ഒക്കെയാണ് ഡ്രോപ്പ് ആയിട്ടുള്ളൂ. 1 മണിക്കൂർ കോൾ ചെയ്യാൻ അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു കോളൊക്കെ ചെയ്യാൻ വേണ്ടി എടുക്കുന്നവർക്ക് നല്ല ബാറ്ററി ലൈഫാണ്. 38-39 ഓവർ ഹീറ്റിംഗ് ഇല്ല. അപ്പോൾ ഇനി അടുത്ത 1 മണിക്കൂർ നമ്മൾ മ്യൂസിക് പ്ലേ ചെയ്യാൻ പോവാണ്. 77% ബാറ്ററിയാണ് ഉള്ളത്. 77 നിന്ന് 1 മണിക്കൂർ മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ എത്ര ഡ്രോപ്പ് ആവുന്നു? 77 ഉണ്ടായിരുന്നത്. ഇപ്പോൾ 72 ഉണ്ട്. അപ്പോൾ നമുക്കൊരു 4-5% ബാറ്ററി ഒക്കെയാണ് ഡ്രോപ്പ് ആവുന്നത്. വലിയ ഇഷ്യൂ ഇല്ല. നല്ല ഒരു ബാറ്ററി ലൈഫ് അവിടെയും കിട്ടി. അപ്പോൾ 72% ബാറ്ററിയാണ് ഇപ്പോൾ ഉള്ളത്. ഹീറ്റിങ്ങിൻ്റെ നിലവാരം നോക്കിക്കഴിഞ്ഞാൽ 39.5. ഓവർ ഹീറ്റിംഗ് ഒന്നുമില്ല. ചെറിയൊരു ഹീറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി 72 നിന്ന് അടുത്തൊരു മണിക്കൂർ ബ്രൗസ് ചെയ്താൽ നെറ്റ് ബ്രൗസിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ 1 മണിക്കൂറിന് എത്ര വരും? 72% ബാറ്ററി ഉണ്ട്. 1 മണിക്കൂർ ബ്രൗസിങ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് നോക്കാം 72 നിന്ന് എത്ര ആയിട്ട് കുറഞ്ഞിട്ടുണ്ടെന്ന്. 61. അപ്പോൾ ഒരു 8-9% ബ്രൗസിങ്ങിന് സ്വല്പം കൂടുതൽ ബാറ്ററി എടുക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. എങ്കിലും കുഴപ്പമില്ല.
നമുക്ക് ഇവിടെ നോക്കുമ്പോൾ 39.2 ഇപ്പോൾ ഓവർ ഹീറ്റിംഗ് ഒന്നുമില്ല. 61% ബാറ്ററി ഇപ്പോൾ ബാക്കിയുണ്ട്. ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പബ്ജി ഒരു മണിക്കൂർ കളിക്കാൻ പോകണം. അപ്പോൾ അഗ്രസീവായ ഒരു ഗെയിം തന്നെയാണ്. നല്ല ഗ്രാഫിക്സ് സെറ്റിംഗ്സിൽ HD ഹൈ ഗ്രാഫിക്സിൽ ഇട്ട് തന്നെയാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിൽ കളിച്ചു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും? 61% ഒരു മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കൊന്ന് നോക്കാം. ഹീറ്റിങ്ങിൻ്റെ നിലവാരം നിങ്ങൾക്ക് കാണാം. ഗെയിമൊക്കെ കളിക്കുമ്പോൾ 41. ഇത് ഓൾറെഡി ഗെയിമിംഗ് റിവ്യൂവിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വലിയ ഓവർ ഹീറ്റിംഗ് ഒന്നും വരുന്നില്ല, ചെറിയൊരു ഹീറ്റ് മാത്രമേ ഉള്ളൂ. ഓവർ ഹീറ്റിങ്ങിൻ്റെ ഇഷ്യൂ ഈ ഒരു ഫോണിനെ സംബന്ധിച്ചില്ല. ഇനി ബാറ്ററി 61% ഒരു മണിക്കൂർ പബ്ജി കളിക്കാൻ നമുക്ക് 47% ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു 10-14%. ഒരു മണിക്കൂർ പബ്ജി നല്ല ഗ്രാഫിക്സ് സെറ്റിംഗ്സിൽ കളിക്കാൻ 10-14%. അപ്പോൾ ഒരു നല്ല ബാറ്ററി ലൈഫ് അവിടെയും നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് 6 മണിക്കൂർ തൊട്ട് ഇപ്പോൾ 47% കൊണ്ട് നമുക്ക് 6 മണിക്കൂറിന് എത്ര നേരം പബ്ജി കളിക്കാൻ പറ്റും? 9 മണിക്കൂർ 18 മിനിറ്റ് ആയിരിക്കുകയാണ്. 6 മണിക്കൂറാണ് തുടങ്ങിയത്. 7, 8, 9 3 മണിക്കൂർ 18 മിനിറ്റ്. 5% ബാറ്ററിയാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഒരു 42% കൊണ്ട് നമുക്കൊരു 3-3.5 മണിക്കൂർ പബ്ജി കണ്ടിന്യൂസ് ആയിട്ട് കളിക്കാൻ സാധിക്കും. ഇനി നമുക്കത് എപ്പോഴാണ് ക്ലോസ് ആവുന്നത് അല്ലെങ്കിൽ അവസാനിക്കുന്നതെന്ന് നോക്കാം. 9 മണിക്കൂർ 40 മിനിറ്റ് ആയിരിക്കുകയാണ്. ഒരു ഓൾമോസ്റ്റ് ഒരു 4 മണിക്കൂറിൻ്റെ അടുത്ത് നമുക്ക് 40% ബാറ്ററി കൊണ്ട് അല്ലെങ്കിൽ 47% ബാറ്ററി കൊണ്ട് നമുക്ക് പബ്ജി കളിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ സാംസങ് M31 എന്ന ഫോണിൽ ചാർജിങ് ആൻഡ് ഡ്രെയിനിങ് ടെസ്റ്റോടെ അവസാനിക്കുകയാണ്. ചാർജിങ്ങിന് 3 മണിക്കൂർ എടുത്തു. ഈ രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ 9 മണിക്കൂർ 40 മിനിറ്റ് എന്ന് പറയുന്ന ഒരു ബാറ്ററി ലൈഫ് ഇതിന് കിട്ടുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ റിസൾട്ട്. നമ്മൾ റിയൽ വേൾഡിൽ ജിയോ സിമ്മൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നോർമലായിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലുള്ളൊരു ഡ്രെയിനിങ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ രീതിയിലാണ് ഇതിൻ്റെ ബാറ്ററി 0ലേക്ക് എത്തുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് എന്ത് തോന്നുന്നു ഇത് കണ്ടിട്ട്? ഒരു നല്ല ബാറ്ററി ലൈഫാണ്. 6000 mAh ഒരു പവർ ഉണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.